സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയില്ല, ഏകദേശം 8-9 മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് നിർത്തിയെന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി പറയാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ നോക്കി ഇപ്പം കറക്റ്റ് 9 മാസമായി നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. കുറേയധികം പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാത്ത ഉത്തരത്തിന് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരും? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, സ്നേഹമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. പൈസ, ക്യാഷ്, ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. കാര്യം ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു. ഞാൻ ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ബട്ട് നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കും, എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ. പക്ഷേ എല്ലാം അങ്ങ് ഇല്ലാതാവുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. ആ പോയിന്റിൽ മനസ്സ് തുറന്നൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര മാസങ്ങളായെന്നറിയാം? 9 മാസമായിരുന്നു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട്. 9 മാസം. പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാശല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ആ നാക്കുകൊണ്ട് തന്നെ പറയാണ്, കാശിന് കാശ് തന്നെ വേണം. നമ്മൾ ജീവിക്കുന്നത് തന്നെ കാശുണ്ടാക്കാനാണ്. കാശാണ് ഹാപ്പിനെസ്. കാശെന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു പവറാണ്. നമുക്ക് ഉള്ളിൽ നിന്നൊരു സ്ട്രെങ്ത് കിട്ടും, എന്തും ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്. പക്ഷെ അത് ഇല്ലാതാവുന്ന നിമിഷം അത് ചെയ്യാമെന്ന് വെച്ചിരുന്ന പല പ്രോജക്ട്സും പകുതി വഴിക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു. നമ്മുടെ എത്ര വീഡിയോസ് ഉണ്ടെന്നറിയാമോ? പകുതി ചെയ്ത് പൂർത്തീകരിക്കാതെ വെച്ചിരിക്കുന്ന പല വീഡിയോസ്. നിങ്ങൾ തന്നെ പല ആൾക്കാർ എൻ്റെ അടുത്ത് കമൻ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചെങ്കിലും കാണും, ബ്രോ എങ്ങനെയാണ് ഇത്ര വലിയ ഫിനാൻഷ്യൽ പ്രോജക്ട്സ് ചെയ്യുന്നത്? എങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഒരു ബാങ്ക് ഒക്കെ ഉണ്ടാക്കി പൈസ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? എനിക്ക് കളഞ്ഞു കിട്ടുന്നതല്ല. എനിക്ക് എവിടെ നിന്നാണ് വരുമാനം? എനിക്ക് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കിട്ടുന്ന പൈസ സേവ് ചെയ്ത് വെച്ചു, കൂട്ടി ചേർത്ത് വെച്ചു, വലിയ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഒരു 4-5 അല്ലെങ്കിൽ 7-8 വീഡിയോസ് കിട്ടുന്ന പൈസ ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ട് വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് നമ്മൾ കോഡർ എന്നൊക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, നമ്മൾ കോഡർ എന്നൊക്കെ പേരിട്ട് വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. വലിയ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾ കൂടുതൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര വലുതായിരുന്നു. നിങ്ങളെല്ലായിടത്തും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ വീഡിയോസിന് താഴെ കമൻ്റ് അടിക്കാൻ വേണ്ടി തുടങ്ങി. അത് എനിക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു. ഞാനത് മാക്സിമം എല്ലാം ഹാൻഡിൽ ചെയ്തു. ഞാൻ തന്നെ ട്രാവൽ ചെയ്തു, ഞാൻ തന്നെ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ചെയ്യേണ്ട ഹെൽപ്പെല്ലാം ചെയ്തു. ചിലതൊക്കെ വീഡിയോസ് ചെയ്തു, ചിലതൊന്നും വീഡിയോസ് ചെയ്തില്ല, ചിലതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചു, എനിക്ക് എവിടെ നിന്നാണ് ഈ കാശെന്ന്? എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, ലൈക്ക്, കമൻസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കിട്ടുന്ന റവന്യൂ, ബ്രാൻഡ് റവന്യൂ, ഇതൊക്കെയായിരുന്നു എന്നെ ആകപ്പാടെ ഉള്ളൊരു വരുമാനം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കുന്ന സുഹൃത്തുക്കളെ. നമ്മൾ എന്തൊക്കെ കണക്കൂട്ടി വെച്ചാലും വേറൊരു പ്ലാൻ മേളിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ രീതിയിലേ നടക്കത്തുള്ളൂ. ഈ പറഞ്ഞ 5-6 വീഡിയോസ് കിട്ടുന്ന വരുമാനം നമ്മൾ വെക്കും. അപ്പോൾ അതിൻ്റെ അത് ബഡ്ജറ്റ് കുറക്കുമെന്ന് അറിയാമല്ലോ. സോ ആ ബഡ്ജറ്റ് കുറക്കുമ്പോഴത്തേക്കും ആ വീഡിയോയുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി കുറയും. ഈ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റും ക്വാളിറ്റിയും എല്ലാം തന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കാണത്തില്ല. വീഡിയോയുടെ റീച്ച് കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ റീച്ചിനനുസരിച്ചുള്ള ബ്രാൻഡുകളെ വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതൊരു ചെയിൻ പോലെയാണ്. എവിടെയെങ്കിലും ഒരു കണ്ണിയിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, എനിക്ക് നോ പറയാൻ അറിയത്തില്ല. എനിക്ക് ആരെങ്കിലും വന്നൊരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വിഷമമായിട്ട് എന്തായിരിക്കും, എനിക്ക് നോ പറയാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രോജക്റ്റുകളും
തുടങ്ങി വെച്ചു. അവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് ഞാനത് മാക്സിമം പുട്ട് ഫോർവേഡ് ചെയ്തു, മാക്സിമം അതിനകത്ത് ചെയ്തു. കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ലാസ്റ്റ് ഇഫ് ഐ റിമെമ്പർ ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അൺബോക്സിംഗ് ആണ് ചെയ്തത്. ഞങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇത് ചെയ്യും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് അതിനകത്ത് വലുതായിട്ട് ഇങ്ങനെ ഷോ ചെയ്യുന്നത്, എത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തിനാണ്, അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ എന്തിനാണ്, വലിയൊരു ഗിഫ്റ്റൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്. ആ വീട് തന്നെ വലിയൊരു നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 45 തൊട്ട് 50 ദിവസം വരെ നമ്മൾ എത്രയും എടുത്തിട്ടാണ് ഒരു 10 മിനിറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും എഫേർട്ട് ഇട്ടാലേ, അത്രയും പ്രസൻറ്റബിളാക്കി നിങ്ങളെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് 45 ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ റിയാലിറ്റി ഷോ കാര്യങ്ങളൊന്നും അല്ല. സോ അത്രയും വലിയ ബഡ്ജറ്റില്ലായിരുന്നു. ബഡ്ജറ്റിൽ ഞാൻ അത്രയും ചെയ്യാനല്ല അവിടെ പോയത്. അങ്ങനത്തെ വീഡിയോസ് മിക്ക പ്രോജക്റ്റും ഞാൻ അങ്ങനെ അത്രയും ചെയ്യാനല്ല പോകുന്നത്. പക്ഷേ നിങ്ങൾ തരുന്ന ഒരു ഇതും പിന്നെ ആ ഒരു അവരുടെ സിറ്റുവേഷൻ നേരിട്ട് കാണുമ്പോഴും നേരിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അത് എൻ്റെ സ്വന്തം വീടായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് സ്വന്തം ഫാമിലിയായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. അപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നടത്തില്ല, ഫണ്ട് തീർന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എത്ര വീഡിയോസ് ഗൈസ്, അങ്ങനെ എത്ര വീഡിയോസ് എനിക്ക് എത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? റീച്ചും ലൈക്കും കമൻറ്റും നോക്കി നമുക്ക് ചെയ്താൽ മാത്രമേ അത്രയും പോകത്തുള്ളൂ. അത്രയും വലിയൊരു ടെൻഷനാണ് വീഡിയോ റിലീസ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ. ഭയങ്കര വലിയ ടെൻഷനാണ്. അപ്പം എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നല്ല രീതിക്ക് പണി പാളി. ഒരു സൈഡിൽ കൂടി ഞാൻ തന്നെ ഇങ്ങനെ ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വലിയൊരു ബിസിനസ്സുകാരനോ കോടീശ്വരനോ എനിക്ക് ലോട്ടറി അടിച്ചോ ഒന്നും ചെയ്തില്ല. ഞാൻ ട്രൈ ചെയ്തു, ഫെയിലായി. സിമ്പിൾ ആസ് ദാറ്റ്. ഓരോരോ വീഡിയോസ് കഴിയുമ്പം നിങ്ങൾക്ക് എന്നെയുള്ള വിശ്വാസം, എന്നിലുള്ള പ്രതീക്ഷ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ആ ലെവലിലോട്ട് പിടിക്കണ്ടേ. ആ എക്സ്പെക്റ്റേഷൻസ് എനിക്ക് വലിയൊരു ഭാരമായിട്ട് മാറി. കാര്യം ഞാൻ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ, ബഡ്ജറ്റ് കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂസ് കുറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ താളം തട്ടും. അപ്പോൾ സോ ഞാൻ വലിയ പ്രോജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ വയനാട്ടിലൊരു ആദിവാസി ഏരിയയിൽ അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ഒരു സോഴ്സ് ഇല്ല. തൊട്ടടുത്ത് ആറും കായലൊക്കെ ഉണ്ട്, പക്ഷെ അവിടുന്ന് കുടിവെള്ളം കിട്ടത്തില്ല. അപ്പോൾ ഒരു ഡ്രിങ്കബിൾ നമ്മളൊരു ബോർവെൽ ചെയ്ത പ്രോജക്റ്റ് കണ്ടിട്ട് എനിക്ക് അതിനെക്കാളും വലിയൊരു പ്രോജക്റ്റായിരുന്നു ഈ ഒരു സംഭവം. അത് സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. എത്ര ദിവസം ഞാനവിടെ പോയി നിന്നിട്ടുണ്ടെന്നറിയാം കാട്ടിൽ. എത്ര ദിവസം എല്ലാ ആൾക്കാരുടെയും ഉള്ള പ്രതീക്ഷ കൊടുത്തിട്ട് ഞാനിത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. കാരണം എനിക്ക് അവരൊക്കെ എന്നെ എന്തോരം വിശ്വസിച്ച് കാണും. കാശില്ലായ്മയാണ് ഒരു പ്രശ്നം. കാശുണ്ടെങ്കിലേ ഉള്ളൂ ഗൈസ് എല്ലാം. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും, നിനക്ക് കാശുണ്ടോ എല്ലാവരും കൂടെ കാണും. നിന്നിൽ കാശില്ല എന്ന് തോന്നുന്ന നിമിഷം എല്ലാവരും അവിടെ ബന്ധങ്ങൾ തകരും, അവിടെ സ്നേഹം തകരും, എല്ലാവരും തന്നെ മാഞ്ഞു പോകും. കമൻറ്റ്സ് നോക്കാറില്ല, മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാറില്ല. എന്തിന്? സ്വന്തം വീട്ടിൽ തന്നെ പോയിട്ട് ഇപ്പം ഇന്നേക്ക് 9 മാസമായി. ബിക്കോസ് ആർക്കും എനിക്ക് മറുപടി കൊടുക്കാനില്ല. എനിക്ക് ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയത്തില്ല, നിങ്ങളിപ്പം എന്നെ റോഡെ കാണാറില്ല, എൻ്റെ വണ്ടികളങ്ങനെ കാണാറില്ല, ഞാനൊരു പബ്ലിക് സ്പേസിൽ അങ്ങനെ അപ്പിയർ ചെയ്യാറില്ല. ഇനി ഇൻ കേസ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മാസ്ക് ഇല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ബിക്കോസ് എത്രയാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, എത്രയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിറ്റുവേഷൻ എത്ര പേർക്ക് മനസ്സിലാവും. ആ ഒരു ഒളിച്ചോട്ടം എങ്ങോട്ടാണോ എങ്ങനെയാണോ എത്ര കാലമാണോ, എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് ഞാൻ പല പ്രോജക്ട്സിനും പ്രതീക്ഷകൾ കൊടുത്തു, അവർക്ക് ആഗ്രഹങ്ങൾ കൊടുത്തു. പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തകർന്നു പോകും. ബിക്കോസ് നമ്മളെ വിശ്വസിച്ച് കുറേ ആൾക്കാർ
നമ്മൾ വിശ്വസിച്ച് അവർ സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ആ ഒരു തകർച്ച നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ആ സമയത്താണ് നമുക്ക് മനസ്സ് എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ഇന്നർ കോൺഷ്യസ് ഉണ്ടെന്ന് നമുക്ക് തന്നെ ഒരു 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 തോന്നൽ വരുന്നത്. അതുവരെ നമ്മൾ ചുമ്മാ ജീവിച്ചങ്ങ് നടക്കുക. പക്ഷേ അതിന് വേദന വരുമ്പോഴാണ് മനസ്സ് എന്നൊരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് വിശപ്പില്ലായ്മയല്ല, ഉള്ളിൽ വേറെ ആൾ കിടക്കുമല്ലേ. എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്ക് ഒരു അറ്റ് വൺ പോയിൻ്റ് എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഒരു ഹാപ്പിനെസ്, ഒരു മൂലക്കിരിക്കുന്നതാണ് എൻ്റെ ഹാപ്പിനെസ്. ഇതിപ്പം ഞാൻ വന്ന് തുറന്ന് പറയാനുള്ള കാര്യം ഞാൻ വലിയൊരു ഒളിച്ചോട്ടമായിരുന്നു. ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും, ഈവൻ നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ വലിയൊരു ഒളിച്ചോട്ടമായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം ഓടി ഓടി മടുത്ത് വയ്യ, എനിക്കൊന്നും തന്നെ വേണ്ട. എനിക്ക് എൻ്റെ പഴയ രീതിയിലായാൽ മതി. എനിക്ക് പഴയതുപോലെ വീഡിയോസ് ചെയ്യണം, സന്തോഷിക്കണം, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. ബിക്കോസ് യൂട്യൂബിൽ വന്നത് തന്നെ എന്ത് തേങ്ങ ചെയ്യാനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് എവിടെയോ പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ദിസ് ഈസ് മീ, ഇതാണ് എൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ ഈ എനിക്ക് കണ്ടിന്യൂസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ചെയ്ത് എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രോജക്റ്റ്സ് നോക്കിയാൽ മതി നിങ്ങൾ. ബട്ട് ഐ എം റിയലി സ്ട്രോങ് ബിക്കോസ് കുറേ തവണ ഞാൻ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു മേക്ക് മണി, ഹൗ ടു മേക്ക് തിങ്സ് ഹാപ്പൻ, ഹൗ ടു മേക്ക് മണി വിത്ത് 1 hour 1 day 24 hours എന്തൊക്കെ എത്ര വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ലൈഫിൽ ഫെയിലാവുമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവോ? ബ്രോ, അവരെ കണ്ടുപടി, അവരിങ്ങനെ ചെയ്തു, ബ്രോനെക്കാട്ടും ഇത്ര ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു, വലിയ വലിയ തുകകൾ കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരു നിമിഷം അങ്ങനെ ആലോചിച്ചോ, ഞാൻ എങ്ങനെയാണ് ഈ എമൗണ്ട് കൊടുക്കുന്നതെന്ന്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ ബാഡ് ടൈമാണ്. എന്നും ആ ഒരു ബാഡ് ടൈം കാണത്തില്ല, എനിക്കറിയാതെ. ഡ്രീം ബിഗ്, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു. വല്ലതും വേണ്ടേ? പൈസ. അപ്പോൾ മൈ ഫ്രണ്ട്സ് ഔട്ട് ദെയർ, മൈ സബ്സ്ക്രൈബേഴ്സ്, മൈ ഫോളോവേഴ്സ്, ഈ സ്നേഹം നിറഞ്ഞ ആൾക്കാർ, നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ എല്ലാവരോടും ഞാൻ വലിയൊരു സോറി പറയണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടില്ല. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ വലിയൊരു സക്സസ് ആയിട്ടില്ല. ഞാൻ എവിടെ എത്തിയിട്ടില്ല. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുവാണ്. ബിക്കോസ് ഞാൻ തന്നെ ഒരു ദിശയില്ലാതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, 9 മാസം എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയത്തില്ല. മണി ഈസ് ഹാപ്പിനെസ്. പൈസയാണ് എല്ലാം. അവനാണ് ദി അൾട്ടിമേറ്റ് തിങ്. നമുക്കതില്ലാതെ നമുക്കും ഹാപ്പി ആകാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ ഹാപ്പി ആകാനും പറ്റത്തില്ല. ദാറ്റ് ഇസ് ദ ഹാർഷ് റിയാലിറ്റി. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ കഴിഞ്ഞ 9 മാസം എന്ത് ചെയ്യുമായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ I was preparing myself. I was preparing for the solution. കാശിൻ്റെ പുറകെ ഓടുകയും ചെയ്യണം, എന്നാൽ പ്രാന്തം പിടിക്കരുത്.